ബാലന്റെ ഉണ്ടക്കകത്ത് ടോക്കില്ലടാ. പക്ഷേ വീണ്ടും പേച്ചിനെ എന്റെ ഓക്കവും കളഞ്ഞു ഇവിടെ കിടക്കും. അല്ലേ പോയി കക്കൂച്ചി പോ. ഇപ്പൊ വേണീട്ടേ എന്താടാ മുട്ടുവേ വിശക്കുന്നുണ്ടോ? എന്റെ പൊന്നു മോനെ എനിക്ക് വിശക്കണം. വെള്ളത്തിൽ കൊടുക്കുക കല്യാണം ഒരു 5 പൈസ ഇല്ലാത്തുണ്ടോ? ഞാനൊന്ന് മിന്നാ കിടക്കും. എന്നിട്ട് വേണം എടാ അത് വഞ്ചി. വഞ്ചി അല്ലടാ മൈനാണ്. കുണുക്കയാണ്. കുണുക്ക മോഷിന്റെ കുണുക്ക. മോഷിന്റെ അതെന്തെങ്കിലും കാണൂ. പൊട്ടിന്റെ മോശമല്ല. മോഷിന്റെ കുണുക്ക. മോഷിന്റെ കുണുക്കാണ്. മോഹിന്റെ കുണുക്ക. മോശന്റെ കുടുക്ക പൊത്തിച്ചാലോ കുടിക്കാൻ. ഏടാ മുറ്റു, നമുക്കൊരു ബിരിയാണിയും ഒരു പൈൻറ്റും ഇട്ടാലോ? അത് നല്ലൊരു തീരുമാനം. എന്നാ വാവേ എന്താ മിണ്ടാതെ വന്നു? എന്നോട് പിണക്കോ? വാവേ എന്തേലും ഒന്ന് പറ. വാവേ പ്ലീസ് ഒന്ന് നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ? ഞാൻ നാളെ മുതൽ ക്ലാസ്സിന് വരുന്നില്ല. വൈ മഞ്ജു വൈ? എന്താ കാര്യം? മുഴുക്കുടിയനായ അച്ഛൻ, പറക്കാൻ പറ്റാത്ത 2 അനിയന്മാർ, പിന്നെ വീട്ടു ജോലിക്ക് വന്ന പൊന്നമ്മ. പൊന്നമ്മയോ? പൊന്നമ്മയല്ല, എൻ്റെ അമ്മ. നീ വിഷമിക്കാതെ വാവേ. ഞാൻ എൻ്റെ പഠിപ്പ് നിർത്താം. എനിക്ക് ഫീസ് അടയ്ക്കാൻ കാശില്ല. ഈ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴോ? അത് ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ ഫീസാ. വാവേ അടച്ചു. പൊക്കും ഇനി ഇവിടെ നിൽക്കണ്ട. ആരെങ്കിലും ഒക്കെ കാണും. വാവേ വൈകിട്ട് വിളിക്കണേ. ഇത്ര സമയമായിട്ട് ഈ കെയറിംഗ് പൊട്ടനെ കാണുന്നുമില്ലല്ലോ. ഇന്നും എൻ്റെ കുഞ്ഞാവ നടന്നോ വന്നേ? എന്താ ഏട്ടായി വിളിച്ചില്ല? എന്താ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു വാട്ടം? ഞാൻ നിർത്തുവാ ചേട്ടായി. എന്ത്? ഞാൻ ഇനി ക്ലാസ്സിന് പോകുന്നില്ല. എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന്? എന്ത് പറയാനാ ഏട്ടായി, എല്ലാം എൻ്റെ തലവര. മുഴുക്കുടിയാനായ അച്ഛൻ, പറക്കാൻ പറ്റാത്ത 2 അനിയന്മാർ, പിന്നെ വീട്ടു ജോലിക്ക് പോകുന്ന അമ്മ, വയ്യാത്തമ്മ. ഇതായിരുന്നു എൻ്റെ കുഞ്ഞുമാടെ പ്രശ്നം ഈ ഏട്ടായി ഉള്ളപ്പോഴോ? വിട്, പിന്നെ ഏട്ടായി അടയ്ക്കും എൻ്റെ ഫീസ്. വാവേ, വാവയുടെ ഫീസ് ഈ ഏട്ടായി അടയ്ക്കും. എത്ര കുഞ്ഞുമാടെ ഫീസ്? 500. എന്താ കുഞ്ഞാ? അമ്മയുടെ മരുന്ന്. വീട്ടിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിത് വെച്ചോ? എന്നാ ഞാൻ പോട്ടെ. കുഞ്ഞാവേ പാലൊക്കെ കുടിക്കണേ. എൻ്റെ ഏട്ടായി എന്ത് കെയറിങ്ങാ. ഞാൻ പോട്ടെ. അമ്മ പാല് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം നേരം ഇവിടെ നിൽക്കണ്ട, ആരെങ്കിലും കാണും. ഒരു ഉമ്മയെങ്കിലും ചോദിക്കായിരുന്നു. ഒന്നക്കളാണെന്ന് ഇവിടെ എനിക്ക് ബോസിന് സർപ്രൈസ് കൊടുക്കാം. എന്താ? ബോസിന് സർപ്രൈസ് കൊടുക്കാം. ഓ സർപ്രൈസ്. നോക്കാം നോക്കാം, വാ നോക്കൂ. എങ്ങനെ നോക്കാം? അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ വാ, എൻ്റെ മുന്നിൽ വന്നാ വാ. ഇന്നു നീ എന്റെ ഈ വീട് വെച്ച വണ്ടി ഏറണം, ലണ്ടനിൽ ചുറ്റണം, പട്ടുതട്ടമിട്ടുലാതണം. നീ തിരിഞ്ഞു നിൽക്കേ നെഞ്ചുലഞ്ഞു പോയി, ഒന്നു പുൽകുവാൻ അടകൈതരിച്ചു പോയി. നിന്നിലം കൈകളിൽ കട്ടി നീ ആടുമോളാണേ.
നിങ്ങളൊക്കെ ആരാ? ഡാൻസേഴ്സാ? ഓ അല്ല ബേബി. ഓ യാ. എന്റെ ഡാർലിംഗ് പറഞ്ഞുണ്ടല്ലോ. എടാ മക്കളെ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞു? നിങ്ങൾക്കറിയാമോ ഒരു ഡ്രാഗണും റാംബോയെ? ഇല്ല ഏട്ടാ, ഇല്ല. അന്നൊരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു. കറുത്ത വെള്ളിയാഴ്ച? അതേപോലെ ദുഃഖവെള്ളി. വാ മക്കളെ, നമ്മൾ അങ്ങോട്ട് മാറി സംസാരിക്കും. പറയണ്ട, പറ. അവനൊരു കൊതിയനായിരുന്നു, ബിരിയാണി കൊതിയൻ. എന്നിട്ട് 50 രൂപയുടെ ബിരിയാണിയിൽ മുട്ട ഇല്ലെന്നും പറഞ്ഞ് എൻ്റെ കയ്യാളായ ഉണ്ടൽപ്പെട്ടുകാരൻ സെൽവനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ തലകീഴായി കെട്ടിത്തൂക്കി കഴുത്തറത്തറത്ത് കത്തിച്ചു കൊന്നവനാണ് റാംബോ. പിന്നീട് ആ റാംബോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? Mr. Rambo, welcome to my world. ബോസ്, ഫണ്ട് സെറ്റല്ലേ? ഇത് മുന്തിയനം ഡ്രാഗണ, സൂക്ഷിക്കണം. ഈ ഡീൽ മാത്രം മനസ്സിൽ കണ്ട് വളർത്തിയ ഒരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. എന്താണത്? എൻ്റെ ഡ്രാഗൺ. ക്യാഷ് റെഡി അല്ലേ? You bloody cheat! ഈ ചെയ്യുന്നതിൽ